ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ഫ്രിൽസ് പരിചയപ്പെട്ടാലോ? നമ്മുടെ ഇപ്പോൾ പ്ലെയിൻ ഡ്രസ്സിനൊക്കെ നെക്കിനെല്ലാം ഫ്രിൽസൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നെക്കിന് മാത്രമല്ല കൈക്കായാലും എല്ലാം തന്നെ. അപ്പം നമുക്കിത് എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അധികം പേർക്കും അറിയുണ്ടാവും. അറിയാത്തവർ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് വെക്കാം കേട്ടോ. ഇതെങ്ങനെയാണുള്ളതെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഐഡിയ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഇതാ ഒരു 3 ഇഞ്ചുള്ള 3 ഇഞ്ച് വീതിയും പിന്നെ നീളം എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ട് നമുക്ക് നീളം എടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വിടത്തിലേക്ക്, 1/4 ഇഞ്ച് വേണ്ട അതിലും കുറവ് വിടത്തിൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ എൻ്റെ ഈ വീഡിയോ കാണാത്തവർ എല്ലാവരും ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിലുള്ള വീഡിയോസൊക്കെ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇത് നോക്കിയേ, ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏതൊരു ഡ്രസ്സായാലും ഒരു പ്ലെയിൻ ആയിട്ടുള്ളതിന് ഇങ്ങനത്തെ ഫ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണുക. നിങ്ങളിപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രോക്കെല്ലാം കിട്ടുന്നില്ലേ, അതിൻ്റെ എല്ലാം നെക്കിനുണ്ടാവും ഫ്രില്ല് വെച്ചിട്ട്. അപ്പോൾ ഫ്രില്ലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക എവിടെയെല്ലാം ഇങ്ങനെയെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ ഓൺലൈനല്ല യൂട്യൂബിൽ തന്നെ ഡ്രസ്സിൻ്റെ മോഡലെല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കൈക്ക് ഫ്രില്ല് വെക്കുന്നുണ്ടാവും, നെക്കിന് ഫ്രില്ല് വെക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ മോഡൽ നിങ്ങൾ നോക്കുക. അത് നമുക്കൊരു പ്ലെയിൻ ക്ലോത്ത് കിട്ടിക്കാനായ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അറിയുന്നവർ ഇത് കാണാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ അറിയാത്തവർ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കിനിതാ ഓരോരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ പ്ലീറ്റ്സിൻ്റെ വീഡിയോ 4 തരം പ്ലീറ്റ്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരാണ് കാണുക. പിന്നെ ഇത് നമ്മുടെ ത്രെഡ് കട്ടറാണ്, അതിനെക്കൊണ്ട് നല്ല ഉപകാരമാണ്. ഇത് നമുക്കിപ്പോൾ പ്ലീറ്റ് ഇടണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതിനെക്കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഇതിനെക്കൊണ്ട് തന്നെയാണ് ഇടുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് അടുപ്പിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ഇത് ഇത്രയും വിശദമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു വീഡിയോ കഴിയണമെന്നുള്ളത് പെട്ടെന്ന് ഓടിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പം നമ്മൾ എടുക്കുന്നൊരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊരു വീഡിയോ എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയാൽ അത് നമുക്ക് വളരെയധികം സന്തോഷമാണ്. അല്ലാണ്ട് വെറുതെ പ്രയോജനം ഇല്ലാണ്ട് ഒരു വീഡിയോ എടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. ഇത് നോക്കിയേ, നമുക്ക് ഇങ്ങനെ ഫ്രില്ലിട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നെക്കിനെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ആ ഡ്രസ്സേ മാറും, നല്ല ലുക്കും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ മക്കൾക്കെല്ലാം നമ്മുടെ കൈമൊരു തുണി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്ലെയിൻ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ നെക്കിനോ കൈക്കെല്ലാം ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സിന് പിന്നെ സ്വീക്വൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വേണമെന്നില്ല. ഒരു പ്ലെയിൻ ക്ലോത്ത് ഇത്തരം നല്ലൊരു ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് നോക്കിയേ, ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതെങ്ങനെയാണ് എൻ്റെ ഞാനൊരു ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരുന്നതാണേ. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാത്തൊരു ഇതിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ക്രോസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പിംഗ് ആയിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ ടോപ്പായിരിക്കും കേട്ടോ. കുട്ടികൾക്കെല്ലാം അടിച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്ത ഇത് ഫ്രില്ല് നമുക്ക് നോക്കാം. 3.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നീളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് എത്രയാണോ നീളം വേണ്ട അതിനനുസരിച്ചാണ് നമ്മൾ നീളം എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു നെക്കിന് വെക്കേണ്ട അതിൻ്റെ ഡബിളോ അല്ലെ ത്രിബിളോ എടുക്കണേ. നെക്കിൻ്റെ അതേ അളവിലെടുത്തിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയെ നമുക്ക് കിട്ടും. എന്നിട്ട് നല്ല വശം നേരെ മടക്കി, നല്ല വശം ഉള്ളിലുള്ളതാണ്. ഇത് മോശവശം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് എടുത്ത്, 3.5 നമ്മളെടുത്ത്, അപ്പോൾ 3 ഇഞ്ച് വേണം ടോട്ടൽ കിട്ടേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് അപ്പുറവും ഇപ്പുറവും 1/4 ഇഞ്ച് പോകുന്നേരം ബാക്കി 3 ഇഞ്ചല്ലേ ഉണ്ടായിനി. അപ്പോൾ ഒരു സൈഡ് 1.5 ഇഞ്ചോളം കിട്ടണം. എന്നിട്ട് ഒരു പെൻസിൽ വെച്ചിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വീതിയുള്ളതായതുകൊണ്ട് ഈ പെൻസിലെല്ലാം കൊണ്ട് പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലിപ്പമുള്ള പിന്നായാലും മതി, നമുക്കിങ്ങനെ വേഗം ഒന്ന് മറിച്ചിടാൻ കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നോക്കിയേ, സ്റ്റിച്ച് വരുന്ന വശയില്ല, അത് മധ്യത്തിലാക്കി വെച്ചതിന് ശേഷം ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുക്കുക, അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നോക്കിയേ, നമ്മൾ നേരത്തെ ഇട്ട പ്ലീറ്റ് തന്നെ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഒരു 1/2 ഇഞ്ച് വിടത്തിലാണ് ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ 1/2 ഇഞ്ച് വിടത്തിൽ നമുക്ക് മധ്യത്തിൽ വെച്ചിട്ടാണ് ഇത് പ്ലീറ്റ് ഇടുന്നത്. നോക്കിയേ, നമ്മൾ ആദ്യം ഫസ്റ്റത്തതിനിട്ടത് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടല്ലേ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടല്ലേ ഇട്ടത്. ഇതിപ്പം ഇതിൻ്റെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ മധ്യത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നൈഫ് പ്ലീറ്റ് തന്നെയാണ് ഇത് മൊത്തം ഞാൻ ഇടുന്നത്. നോക്കിയേ, നല്ല ഭംഗിയില്ലേ ഇത് കാണുക.
എന്നിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് മുത്ത് വേണമെങ്കിൽ മധ്യത്തിൽ ബീഡ്സ് കിട്ടൂലേ, അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലേസ് വെച്ചിട്ട് കാണിച്ചു തന്നതാണ്. ഇങ്ങനെ ലേസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾ നോക്കിയേ, നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇതാ നെക്ക്. പക്ഷേ ഇത് ഈ ഒരു ഫ്രില്ല് നമ്മൾ നെക്കിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്ക് ആദ്യം ഫില്ല് ചെയ്യണേ. ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം ഇതാ ഈ ഒരു മോഡൽ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ ലേസും കൂടി വെച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണുക. ഇനി അടുത്തത് ഈ വേറൊരു മോഡൽ എന്ന് വെച്ചാൽ ഇതാ ഈ മധ്യത്തിൽ ഇതിങ്ങനെ വെക്കുക. അപ്പോൾ അത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മുമ്പേ ഇങ്ങനെ വെക്കണേ. മധ്യത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതാ ലേസും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളത് കൊണ്ട് അത്ര ഭംഗി കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുന്നേരം നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്കിതാ കൈൻ്റെ ബോർഡറായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇതാ കൈക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് വേണ്ട ഇതാ 3.5 തന്നെയാണ് അടുത്തത് കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ പീസ് ഇതാക്കുന്നേരം കുറച്ച് വലുപ്പ വ്യത്യാസമെല്ലാം ഉണ്ടാവും. അതത്ര കാര്യമാക്കണം, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇതാ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഒരു 1/4 ഇഞ്ച് വിടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. 1/4 ഇഞ്ച് വിടത്തിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. മൊത്തമായിട്ടൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം മറിച്ചിടാൻ നമുക്കിപ്പോൾ ഇത് പെന്നിൻ്റെ ഇതില്ലേ റീഫില്ലർ, അതൊക്കെ ഉണ്ടെങ്കിൽ മഷിയില്ലാത്തതുണ്ടെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കുറച്ച് നേരിയ ടൈപ്പെല്ലാം നമുക്ക് മറിച്ചിടാനുള്ള വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ വീതിയുള്ളതായതുകൊണ്ട് പ്രശ്നമില്ല. എന്നിട്ടിതാ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ സ്റ്റിച്ച് നടുക്ക് വരുന്ന രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ബോക്സ് പ്ലേറ്റാണ്. ആദ്യം അങ്ങോട്ടേക്ക് ഒരു അരയിഞ്ച് മടക്കിയതിന് ശേഷം ഇതാ ഇപ്പുറത്തെ സൈഡേക്കും അരയിഞ്ച് മടക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റിൻ്റെ പേരാണ് ബോക്സ് പ്ലേറ്റ്. അപ്പോൾ പ്ലേറ്റ്സിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്, ഓരോരോ പ്ലേറ്റ് എന്താണെന്നുള്ളതെല്ലാം. അപ്പോൾ അതറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഇതിന് മൊത്തം ഞാൻ ബോക്സ് പ്ലേറ്റാണ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന അധിക പേരൊന്നും പറയുന്നില്ല, അധിക പേരും വീട്ടമ്മമാരായിരിക്കില്ല. എല്ലാം വായിന്ന് തെറ്റിപ്പോകുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടമ്മമാർ എന്താ ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ആക്കുന്നു. ശരിക്കും എന്താ വെച്ചാൽ മക്കൾക്ക് വേണ്ടി നമ്മളതിന് ആർക്കാ ജീവിക്കേണ്ടത്, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. അധിക പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയുക, എനിക്കിപ്പോൾ ഇതെല്ലാം ചെയ്യാൻ എവിടെയാ സമയം, ഒന്നും സമയമില്ല, ഫുൾ ടൈം ബിസിയാണ്. എത്ര ബിസിയായാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കണ്ടെത്താൻ നമുക്കാവില്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് നമുക്കായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മുടെ പാഷൻ എന്താണോ അത് നമ്മൾ കണ്ടെത്തുക കേട്ടോ. എന്നിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ പുതിയ പഠനങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കുക. ഓൺലൈനായിട്ടുള്ള ഇപ്പോൾ എത്രയോ പഠനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ബീഡ്സ് എല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുക. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെല്ലാം ഒന്ന് പോയി സംസാരിച്ചിട്ട് എവിടെയെല്ലാം എത്തി. ഓക്കെ, ഇതാ നോക്കിയേ, ഈ ഒരു ലേസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അടുത്ത ഫ്രില്ല് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കേ. നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല വശമാണ്, 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് നേരെ ഇതാ നല്ല വശം ഇത് ഇങ്ങനെ മടക്കി, ഇതിപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന നല്ല വശം. ഓക്കെ, അതിൻ്റെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ 3 ഇഞ്ച് എടുത്താൽ 3.5 വേണേൽ 3.5 എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതാ നോക്കിയേ, 1/4 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. എന്നിട്ട് ഇതിന് നമ്മളിപ്പോൾ ഇതുവരെ ഇട്ട് അതേപോലെ തന്നെ പ്ലീറ്റ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുപ്പിച്ച് ഒരേ ദിശയിലേക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഫൂട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ കൈ കൊണ്ട് ചിലപ്പോൾ പ്ലീറ്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഈ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ഉള്ളിലോട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് നിറയാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയേ, അപ്പോൾ ത്രെഡ് കട്ടർ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈയാകുന്നേരം കൈക്ക് ചിലപ്പോൾ സൂചിയെല്ലാം കയറുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നേരം ഇങ്ങനെ വെക്കുന്നേരോ. അതുകൊണ്ട് ഇങ്ങനത്തെ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞാലുള്ളൊരു സന്തോഷമില്ല, അത് ഭയങ്കരമായിരിക്കും കേട്ടോ. നോക്കിയേ, നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിലേക്കൊന്ന് ഇറങ്ങുക. എന്നിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് വെച്ചാൽ അതൊരു അത്രയും വലുതാണ്. നമ്മൾ മടി പിടിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ അത് പിന്നെ നാളെ ആട്ടെ അത് പിന്നെ നാളെ നട്ട് അങ്ങ് നീണ്ടു പോവുകയുള്ളൂ, ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈക്ക് വെച്ചിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഫ്രില്ല് നോക്കിയേ, ഞാൻ ഇത് നിങ്ങൾ കൈൻ്റെ പീസാണെന്ന് വിചാരിച്ചോ. ഞാൻ എടുത്ത പീസില്ലേ അത് കൈൻ്റെ പീസാണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇതാ നല്ല വശത്ത് വെച്ചിട്ട് പിന്നെ ഈ നമ്മൾ ഇതില്ലേ പ്ലീറ്റ് ഇട്ട് കൊടുത്തത് അതിൻ്റെ 2 വശവും നല്ല വശം തന്നെയല്ല, പ്രശ്നമൊന്നുമില്ല. ഒരു വശം വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന്
ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയണേ. ഇപ്പോൾ ഞാൻ ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നോക്കിയേ, ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കൈൻ്റെ പീസില്ലേ, കൈൻ്റെ പീസ് വെച്ചിട്ട് തറ്റ വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഞാനിപ്പോൾ മറ്റുള്ളതെല്ലാം പ്ലീറ്റ് എന്താ പറയുക, ഇനി ഫ്രില്ലിടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. നമുക്ക് കൈൻ്റെ ബോർഡറായിട്ട് വെക്കാനുള്ള നല്ലൊരു ഇതാണ് കേട്ടോ, ഫ്രില്ലാണ് കേട്ടോ ഇത്. എന്നിട്ട് നോക്കിയ ഒരു 1/4 ഇഞ്ച് വെടുത്തിൽ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൈക്ക് അതുപോലെ നെക്കിനും ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. ഫില്ല് ചെയ്യാത്ത നെക്കിൽ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്കിന് കൊടുക്കാൻ. അങ്ങനെ 4 തരം ഫ്രില്ലും ഞാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ റെഡി ആയിട്ടില്ല, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻ്റ് ആക്കുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.